ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ആദ്യം തന്നെ സോറി പറഞ്ഞു തുടങ്ങാം ഗൈസ്. ഇത്രയും നാൾ ഡിലേ ആയതിന് സത്യം പറയല്ല ഗൈസ്, കണ്ടന്റിന് ഇഷ്ടംപോലെ ക്ഷാമമായിരുന്നു. വെറുതെ വീട്ടിൽ കുത്തിരിപ്പിനായിരുന്നു മെയിൻ പരിപാടി ഗൈസ്. ഞാനും അമ്മാമ്മയുടെ ഒരു കറക്കം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് ഗൈസ്. കണ്ണു കടാ നമ്മുടെ മിന്നൂസിന്റെ കടയിൽ മരുന്ന് വെച്ചിരിക്കുന്നത് ഗൈസ്. സംഭവം അവൾക്കൊരു മൈഗ്രെയിൻ ഉണ്ടായിരുന്നു, അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞാൻ അവളെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് നേരെ പോയത് കടയിലേക്കാണ് ഗൈസ്. ഒന്ന് ബിരിയാണിയൊക്കെ മേടിക്കാൻ. പതിവില്ലാത്ത ബിരിയാണി കടയ്ക്ക് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സാധനം മേടിച്ച് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റി ഗൈസ്. സാധനം മേടിച്ച് വീട്ടിൽ വന്നപ്പോൾ പുള്ളിക്കാരി ഹാപ്പി. പുള്ളിക്കാരുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം. ഏത് അവളെ സന്തോഷപ്പെടുത്തിയെങ്കിലും അമ്മേരെ വൈകിട്ട് ഞാൻ കുറെ കേട്ടു ഗൈസ്. സംഭവം ബിരിയാണി മേടിച്ചു കൊണ്ടുവന്നു. അവർക്ക് ഈ പൈസ ചിലവാക്കുന്നത് ഭയങ്കര പാടാ. ഞാനും അച്ഛനും നേരെ തിരിച്ചാണ് ഗൈസ്. ഫുഡെന്ന് കേട്ട് കഴിഞ്ഞാൽ ഞാനും വെച്ചിട്ട് നോർമലായിട്ട് മറിയും. പിന്നെ പൈസ പോണ വഴി അറിയത്തില്ല ഗൈസ്. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് പെട്ടെന്ന് ബിരിയാണി തീർത്തു, കൂടേണ്ടത് സവരപ്പ് അങ്ങ് തീർത്തു. ഉച്ചയ്ക്കായപ്പോൾ നമ്മൾ റിയാസ് വിളിച്ചു ഗൈസ്. സംഭവം നമുക്ക് നേരെ പടക്കൊടുക്കാൻ പോകുന്നായിരുന്നു. ഇത് റിയാസിന്റെ പൂച്ച സിംബയോടും ടാറ്റ പറഞ്ഞ് ഞാനും റിയാസോടും നേരെ ഹസനെയും പിക്ക് ചെയ്ത് നേരെ പോവുകയാണ് ഗൈസ്. പോണ വഴിക്ക് ഹസന്റെ റിയാസിന്റെ വക ഓരോരോ കുൽസിതങ്ങൾ എന്താല്ലേ. റൈഡർ കണ്ണാപ്പിയാണെന്ന് റിയാസ് തെളിയിച്ചുകൊണ്ടേയിരിക്കും. ഒട്ടും വിട്ടുകൊടുക്കാതെ ഹസനും. ഞാനും ഹസനും ഈ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ വരുന്ന പുള്ളിക്ക് വേണ്ടി. ഇത് കൂട്ടത്തിലെ ഏറ്റവും ഇൻട്രോവേർട്ടായ ശിവ. ഇതിന് മുന്നേ ഒരുപാട് തവണ ഫേസ് റിവീൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് അത് നടന്നത്. അങ്ങനെ പുള്ളിക്കാരന്റെ ഫേസും റിവീൽ ചെയ്ത് ഞങ്ങൾ നേരെ സ്പോട്ടിലേക്ക് കിട്ടും. പോണ വഴിക്ക് പുറകെ ഇരുന്ന് ക്യൂട്ട്നെസ് ഇരുന്ന ഹസനും. ഫ്രണ്ടിലെ പോണ റൈഡേഴ്സിനെ കണ്ടോ, അവരെ വെട്ടിച്ചുകൊണ്ട് പോകണം മാമനും. സംഭവം ചെറുതായിട്ട് മൂഞ്ചി കേസ്. നമ്മൾ സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും അവിടെ ആരുമില്ല. പിന്നെ അവിടെയും കിടന്ന് കുറച്ച് നേരം കിടന്ന് കറങ്ങി ഞങ്ങൾ നേരെ തിരിച്ചു വന്നു. തിരിച്ച് ചായ കുടിക്കാൻ വന്നപ്പോൾ ദേ അടുത്ത പണി, ഒരുത്തന്നെ ടയർ കറങ്ങും. ലാസ്റ്റ് ഒരു മുതുക് പഴംപൊരിയും ചായയും കഴിച്ചുകൊണ്ട് പരിപാടി വൈൻഡ് ചെയ്യുകയാണ്. എന്ന് പറയുമെങ്കിലും ആ കഴിച്ച കലോറി ഇറക്കാൻ വേണ്ടി നേരെ പോയത് ജിമ്മിലേക്കാണ് കേസ്. ഇന്ന് ലെഗ് ഡേ ആയതുകൊണ്ട് അത്യാവശ്യം കൂടുതൽ വർക്കൗട്ട് ചെയ്യേണ്ടി വന്നു. ഇന്നൊരു സമാധാനമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയൊരു ദിവസമായിരുന്നു കേസ്. കാരണം കൂട്ടത്തിലെ മൂത്താപ്പ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് കേസ്. ഫ്യൂച്ചറിൽ മൂത്താപ്പയെ കാണിച്ചു തരാൻ പറ്റുന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് കേസ്. ബൈ.